അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്, അതാ നോക്കിയത്. അപ്പോൾ ആ മദർസ ഉണ്ട് അല്ലേ? ബാഗ് കൊണ്ടേക്ക്, യൂണിഫോം അയച്ചിട്ട് കേട്ടാ. അപ്പോൾ ഇന്നലെ വീഡിയോയിൽ കമൻറ്റിൽ ഉണ്ടായിരുന്നു എന്താ മക്കളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മക്കളുടെ അവസ്ഥ അതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈശമോളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ഭയങ്കര വിഷമത്തിൽ തന്നെയാണ്. അവൾക്ക് ആ കാര്യം പറയുമ്പോൾ മാത്രം ഒരു സങ്കടം, അത് ആലോചിക്കുമ്പോഴും ഉപ്പാടെ കാര്യം പറയുമ്പോഴും ഒരു സങ്കടം ഒക്കെ ഉണ്ട് കേട്ടോ. അത് 2 ദിവസം ഉണ്ടാവും, 2 ദിവസം കഴിഞ്ഞാൽ ശരിയായിക്കോളും. പിന്നെ ഉപ്പാക്കും അങ്ങനെ തന്നെയാണ്. ഉപ്പ അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, ഇവളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്കും ഭയങ്കര സങ്കടം തന്നെ. എത്ര എന്താ നടക്കൊണ്ടേ എന്താ സ്കൂളിൽ നിന്ന് കിട്ടിയതാ 2 മുട്ട. എങ്ങനെയാ 2 മുട്ട കിട്ടി? അവർ തന്നതാ, ടീച്ചർമാർ തരുന്നതാവൂലേ? അപ്പൊ മുട്ട കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കൂല. അപ്പോ എന്താ പറയാ, ഭയങ്കര വിഷമത്തിൽ തന്നെ കേട്ടോ ആയിഷമോൾ ഇപ്പോഴും. ഇന്നലെ വന്നപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെ ഉണ്ട്. മിഞ്ഞാത്തെ വീഡിയോ ഞാൻ അവിടെ കൊടുക്കും, ഒരു ഷിമ്മി ഇട്ടിട്ടിരിക്കുന്ന വീഡിയോ ഉണ്ട്, അത് ഞാൻ അവിടെ കൊടുക്കാം. അത് പോയി കൊണ്ടാക്കി വന്നതിന്റെ പിറ്റേ ദിവസം കാലത്ത് എണീറ്റപ്പോ അവിടെ കൊണ്ടുപോയിടും. എണീറ്റപ്പോ എടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഇനിയിപ്പോ 5 സെന്റ് സ്ഥലം മേടിക്കണം മുട്ടത്തോട് ഇടാൻ, അവിടെ കൊണ്ടുപോയിടാ. ആ യൂണിഫോം ഒക്കെ അഴിച്ചിട്ടിട്ട് പോയിട്ട് കഴിക്ക് ചെല്ലേ. അപ്പൊ എന്താ പറയാ, അത് ഞാനിവിടെ കൊടുക്കാട്ടോ, ഷിമ്മിയിലിട്ട് ഇരിക്കുന്നത്. അത് രാവിലെ എണീറ്റപ്പുള്ള മുഖമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയി, സ്കൂൾ വിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ച വീഡിയോയും ഉണ്ട്, അത് ഞാൻ കാണിക്കട്ടെ. അപ്പോൾ കരച്ചിലാണ് ആള് മൊത്തത്തിൽ. അപ്പോൾ കരയിന് കാണുമ്പോൾ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ഉപ്പാക്കും ചിലപ്പോൾ സങ്കടം വരും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആള് ചീത്ത പറയില്ല കുട്ടികളെ, എന്ത് കാട്ടിയാലും ചീത്ത പറയില്ല, പിന്നെ എന്ത് കാര്യം പറഞ്ഞാലും പറ്റില്ല എന്ന് പറയില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ പെൺകുട്ടികളോടാവുമ്പോൾ ഇത്തിരി സ്നേഹം കൂടുതൽ ഉണ്ടാവുമല്ലോ. ടീച്ചർ എന്നും ഉള്ളതിനെ കൊണ്ടാക്കാൻ പോവാ, റഷിക്കനെ കൊണ്ടാക്കാൻ പോവാറ്. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ടീച്ചർമാർ കാറിലാണ് ഉള്ളതിനെ കൊണ്ടുപോകും, ടീച്ചർമാരെ കാറിലാണ് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടുന്ന് അവള് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ കുമ്പളങ്ങാട് താമസിക്കുന്ന കാരണമാണല്ലോ അവരെ കുമ്പളങ്ങാട് സ്കൂളിൽ ചേർത്താൻ കാരണം. അപ്പോൾ അവിടെ 4 പേരേ ഉള്ളൂ. അപ്പോൾ ആച്ചുട്ടനെ അവിടുന്ന് മാറ്റേണ്ടി വന്നു 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. ടീച്ചർ പറഞ്ഞു ഇവിടെ മാറ്റണ്ട, അവിടെ തന്നെ ആക്കിയാൽ മതി, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മെയിൻ റോട്ടിലേക്ക് ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ റഷിക്കകൾ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റഷിക്കനെ കൊണ്ടുപോവുക. പിന്നെ ടീച്ചറുടെ കാറ് വരുന്ന വരെ അവിടെ ഇരിക്കും, എന്നിട്ട് കാറിൽ കയറ്റിയിട്ടാണ് പോരുക. അപ്പൊ ഇന്നലെ അവിടെ ഒരു ടീച്ചർ അവിടെ പഠിക്കാൻ നിൽക്കൂട്ടാ. ഒരു ടീച്ചറുടെ വീട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ആ ടീച്ചറും കൂടി ഇറങ്ങി നിന്ന് ആ ടീച്ചറും അഞ്ചു ടീച്ചർ പറഞ്ഞിട്ട് 5 ടീച്ചറും ഇവളും കൂടിയിട്ട് ഒരുമിച്ചാണ് കാറിൽ കയറി പോവുക. അപ്പൊ 5 ടീച്ചർ വന്നിട്ട് ഇഷമോളോട് ചോദിച്ച്, ഇന്ന് എന്താ ഉപ്പച്ചി ഇല്ലല്ലോ, ഇന്ന് ഉമ്മച്ചിയാ കൊണ്ടുവന്നാക്കാൻ വന്നത്, ഉപ്പ എന്തിയെ ചോദിച്ചു. അച്ഛോ അതങ്ങോട്ട് ചോദിച്ചപ്പോ കണ്ണിന്ന് ഇങ്ങനെ പൊട്ടി ഒഴുകായിരുന്നു, കണ്ണുനീരിങ്ങനെ കണ്ണ് എഴുതി പൗഡറൊക്കെ ഇട്ടിട്ട് കൊണ്ടാക്കി കൊടുത്തതാണ് ഞാൻ. ഭയങ്കര കരച്ചിലായിട്ടാ. ടീച്ചർ ചോദിക്കേണ്ടേന്നില്ല എന്നായി. ടീച്ചർക്ക് ഭയങ്കര സങ്കടമായി, എൻ്റെ മുഖത്തൊരു വിഷമം ഒന്നും കൂടി ടീച്ചർ ചോദിച്ചു. അപ്പോൾ കൂടുതലായി കരച്ചില്. അത് പിന്നെ തേങ്ങി കരയായിരുന്നു, ഭയങ്കര തേങ്ങലായിരുന്നു കേട്ടോ കരച്ചില്. പിന്നെ അപ്പത്തേനും കാറൊക്കെ വന്നപ്പോ മറ്റേ കാറിലത്തെ ടീച്ചർമാരും ചോദിക്കാൻ നിൽക്കാറുന്നു. അപ്പത്തേനും മറ്റേ ടീച്ചർ പറഞ്ഞു, അയ്യോ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ ചോദിച്ചപ്പോ കരഞ്ഞിട്ട് ഇപ്പൊ നിർത്തിയിട്ടുള്ളൂന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോ പിന്നെ ടീച്ചർ ചോദിച്ചൊന്നുമില്ല. അപ്പൊ പിന്നെ കരച്ചിൽ അങ്ങനെ നിന്നു. പിന്നെ ഇന്നലെയാണ് നല്ല സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് നിന്നപ്പോ പിന്നെയും കരയന്നെ. അപ്പൊ പിന്നെ ഇത് കരച്ചിൽ തന്നെ കാണിക്കണ്ടല്ലോ, പിന്നെ കുട്ടികളെ കാണിക്കണമെങ്കിൽ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ആവൂലേ, കുറെ വട്ടം കാണിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങളടുത്ത് വിവരം ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ ഫുള്ള് കമന്റിലും അതന്നെയായിരുന്നു, കുട്ടികളുടെ അവസ്ഥ എന്താ, റഷിക്ക അവിടെ എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചു. റഷിക്ക അവിടെ എത്തിയിട്ടാ തിങ്കളാഴ്ച ഒരു 11 മണി 11:30 ആകുമ്പോഴേക്കും അവിടെ എത്തി. ഇവിടുന്ന് നേരെ ഷാർജയിലേക്കായിരുന്നു, ഷാർജയിൽ നിന്ന് പിന്നെ ദോഹയിലേക്ക് അങ്ങനെയായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊന്നും കൊണ്ടാക്കാൻ പോവാറില്ല, കൊണ്ടുപോവില്ല, വിളിക്കാനേ പോവുള്ളൂ, കൊണ്ടാക്കാൻ പോവാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഞങ്ങള്
റഷിക്ക പോണ സമയം മുതൽ എന്നെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും നമുക്ക് വിഷമം തന്നെയാണ്, അവിടുന്ന് പോകുമ്പോഴും വിഷമം തന്നെയാണ്. പിന്നെ ഇപ്രാവശ്യം എന്താ പറയാ പരീക്ഷ ഒക്കെ ആയ കാരണം പോകുമ്പോ എന്താ ചെയ്യേണ്ടതെന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്താ കുട്ടികള് ക്ഷീണായി കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പോകണ്ടല്ലേ പിറ്റേ ദിവസം. അപ്പൊ അവര് ഞായറാഴ്ച ദിവസം മുഴുവൻ ഇരുന്ന് പഠിച്ചു, ഞങ്ങൾക്ക് പോണം എന്ന് പറയാം. അത്രയും നേരം ഉപ്പാടെ കൂടെ ഇരിക്കാലോ എന്നൊക്കെയാണ് പറഞ്ഞത് ഇഷമോളിട്ടാ. ഇവിടെ മൂന്നാളും. അപ്പൊ പിന്നെ അന്ന് അങ്ങനെ ആയിക്കോട്ടെ ചേച്ചി, രാത്രിയല്ലേ അപ്പൊ പിന്നെ അങ്ങോട്ട് പോവാ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവര് ഉറങ്ങിയൊന്നുമില്ല കേട്ടാ. ഇവര് ഇഷമോള് കിടന്നിരുന്ന് കണ്ടില്ലേ, അങ്ങനെ കിടക്കുന്നതായിരുന്നു. പക്ഷെ അങ്ങനെ അവിടെ എത്താറായപ്പോഴാണ് അവൾക്കൊന്ന് കണ്ണടച്ചത്. പിന്നെ തിരിച്ചു വരുമ്പോ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല, കരഞ്ഞ കാരണം അങ്ങനെ ചാരി കിടക്കുന്നതായിരുന്നു കേട്ടോ. ഭയങ്കര ആലോചിച്ചിട്ട് അങ്ങനെ കിടക്കായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഇവിടെ എത്താറാകുമ്പോഴാണ് ഒന്ന് ഉറക്കത്തിലേക്ക് പോയത്. പിന്നെ ഇവിടെ വന്ന് എണീച്ച് മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ഉറങ്ങുമ്പോൾ കുറേ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്നത്തെ പിറ്റേ ദിവസം മദ്രസയിലേക്ക് പറഞ്ഞേച്ചില്ല, നേരത്തെ പോകണ്ടേ, 6 മണിയാകുമ്പോൾ എണീക്കണ്ടേ. അപ്പൊ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് മദ്രസ അങ്ങനെ പോയിട്ടാ. പിന്നെ പറഞ്ഞേച്ചില്ല. അപ്പൊ മറ്റവരെന്നെ പിന്നെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ പോയി. അപ്പൊ റേഷിക്കാടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ്. അവിടെ ഷിയാസ് പറയാണ് ഇച്ചിനോള് എന്ന് വിളിക്കുക ഷിയാസ്. പാവം പറയണേ ഇച്ചിനോളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞിപ്പിയും കരയും, കുഞ്ഞിപ്പാടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇഷമോളും കരയാലേ. അപ്പോ ആള് പറയുന്നുണ്ട് അത് പോണ 2.5 മാസമാണ് ഒട്ടി നിന്നിരുന്നല്ലേ. അപ്പൊ വേറിട്ട് പോകുമ്പോ ഒരു സങ്കടം തന്നെയാണ് അത് അനുഭവിക്കുമ്പോൾ അറിയുള്ളൂ എന്നൊക്കെ റേഷിക്കും പറയുന്നുണ്ട് അവനോട്. അങ്ങനെ ഇപ്പൊ ഇനി കുറേശ്ശായിട്ട് ഇപ്പൊ മാറി വരുന്നുണ്ട്. ഇനിയിപ്പോ ഓണപ്പാട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഓണത്തിന് പാട്ട് മത്സരം ഉണ്ടല്ലോ, അതിനിപ്പോ നാളേക്ക് പാട്ട് പാടാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിലാണ്. അത് കാരണം ഇത് മെല്ലെ മെല്ലെ മറക്കുകയാണ്. പിന്നെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഇപ്പൊ ഫസ്റ്റിൽ സംസാരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഫോണിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ ശരിയായി. മറ്റവർക്ക് പിന്നെ അറിവായല്ലോ, ഏകദേശമൊക്കെ മനസ്സിലായി. പോയില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളത് കുഞ്ഞുവിനും അറിയാം, കുറെ ആച്ചൂട്ടിനും അറിയാം. ഞാൻ വിചാരിച്ച ആച്ചൂട്ടിനും പ്രശ്നം ഉണ്ടാക്കും പോകുമ്പോ എന്നാട്ടാ വിചാരിച്ചു. പക്ഷെ ആച്ചൂട്ടൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവനങ്ങനെ ഇതൊന്നും ഉണ്ടായില്ല. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നും രാത്രി ആകുമ്പോൾ കിടക്കുമ്പോ അവര് വേറെല്ലേ കിടക്കുക. അപ്പൊ അവന്റെ അടുത്ത് കുറച്ചു നേരം കിടക്കണം, എന്നിട്ട് വേണം കുറച്ചു നേരം എൻ്റെ അടുത്ത് കിടക്കുന്ന പറയാവൻ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു പോണ വരെട്ടാ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആയി, ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇഷമോളും മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ സ്കൂളില് ഓണപ്പാട്ടും മത്സരവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അത് കാരണം അവളുടെ ടെൻഷനൊക്കെ ഇനി അങ്ങനെയാണ് പോയിക്കോളും. പിന്നെ ഡെയിലി വീഡിയോ കോൾ വിളിക്കല്ലേ മേടിച്ചാ. ഇവിടെ ഒരാൾക്ക് പാനിപൂരിയുടെ മിക്സ് വന്നിട്ടുണ്ട് കടയിൽ പറഞ്ഞിട്ട് കുറെ ദിവസമായിട്ട് അത് അന്വേഷിച്ച് നടക്കുന്നത്. ഇനിയിപ്പോ ഉണ്ടാക്കി കൊടുക്കണം. 10 റുപ്യ 10 മിനിറ്റിൽ ഉണ്ടാക്കാന്ന്. 10 മിനിറ്റ് ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയില്ല. ആദ്യമായിട്ടാ മേടിച്ചിരുന്നു കേട്ടോ. 50 രൂപയാണ് ഇതിന് വില. ഇനി ഇത് ഉണ്ടാക്കി നോക്കണം. സമാധാനം കിട്ടുമല്ലോ, സ്വൈരം കിട്ടുമല്ലോ വെച്ചിട്ട് മേടിച്ചത്. ഒന്ന് മേടിച്ച് ശരിക്കും പറയാൻ കഴിക്കാൻ പാടില്ല. പാനിപ്പൂരിയുടെ എന്തായാലും സൈഡിലുണ്ട് ഇതിൽ എഴുതിണ്ട് ഉണ്ടാക്കേണ്ട ഇതൊക്കെ. പിന്നെ ഇതൊന്ന് കുത്തി കലക്കി കൊടുക്കണം, അപ്പൊ പിന്നെ സമാധാനം കിട്ടും. ഗൂഗിൾ മച്ചാണ്ട് മലയാളം ട്രാൻസ്ലേറ്റ് പറയ് എന്താ ഇപ്പൊ പോയിട്ടുള്ള അവസ്ഥ? വിഷമില്ലാതിരിക്കില്ലല്ലോ അല്ലേ? അപ്പൊ അതൊക്കെയാണ് എല്ലാവരുടെയും അവസ്ഥ. അപ്പൊ ഇനി എന്തായാലും ഇനി തുടർന്ന് നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പൊ ഇന്നലെ വീഡിയോ ഇടാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോലും ഒക്കെ ആയിട്ട് മഴ കാരണമാണ് കറണ്ട് പോണത്. അപ്പൊ പിന്നെ വൈഫൈ ആണല്ലോ, നമുക്ക് നെറ്റ് ഇല്ലല്ലോ. അപ്പൊ അത് കാരണമൊക്കെ ഞാൻ വിചാരിച്ചു ഇനി നാളെ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ്. മഴ ഒന്ന് കുറഞ്ഞത് 5 മണി. അപ്പൊ പിന്നെ ഇന്ന് ഇടാന്ന് വിചാരിച്ചു. അതാണ് ഇന്നലെ പിന്നെ വീഡിയോ ഇട്ടില്ല. പിന്നെ ഒക്കെ കുട്ടികളുടെ വീഡിയോ, പിന്നെ കുട്ടികളുടെ ഓഫ് ആവും. കുട്ടികളാണ് ഫുള്ളും കാണിച്ചിരിക്കുന്നത് ഞാൻ. അപ്പൊ പിന്നെ വിചാരിച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ വന്ന് പറയില്ല നല്ലത്. കുട്ടികളെ ഇങ്ങനെ കാണിച്ച് അവര് കൂടുതൽ നേരം കരയാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വന്ന് കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് പോയ വിശേഷങ്ങളൊക്കെ. എന്തായാലും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. എല്ലാവരും ദുആയിൽ ഞങ്ങളതിനെ ഉൾപ്പെടുത്തുക മറക്കാതെ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും. അങ്ങനെ ഇഷമോളുടെ സങ്കടമൊക്കെ കുറച്ചൊക്കെ കുറവായി. ഇഷമോളെ സങ്കടം മാറിയാ? പറയ്, ഇങ്ങോട്ട് നോക്ക്, ഫോണിലേക്ക് നോക്ക്.
ക്യാമറയ്ക്ക് നോക്ക്. സങ്കടം മാറിയാ? ഇനി ഇപ്പോൾ വൈകുന്നേരത്ത് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മുന്നേ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പല്ലേ എന്താ പറഞ്ഞെന്നറിയോ? ഉറങ്ങി എണിച്ചിട്ട് ഇഷമോള് വന്നിട്ട് വിളിക്കാന്നാ പറഞ്ഞു. ഇഷമോളുടെ കാര്യം പറയുമ്പോൾ ഉപ്പച്ചി അവിടെ കരയുക, ഉപ്പച്ചിയുടെ കാര്യം പറയുമ്പോൾ ഇഷമോൾ ഇവിടെ കരയുക. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ വിഷമണ്ട. ഇന്നിപ്പോൾ സ്കൂളിട്ട് വന്ന പ്രാവശ്യനോട് ചോദിച്ചു, ഞാനിനി എത്രയിലെത്തിയാലോ ഉപ്പ വരിക എന്നൊക്കെ ചോദിച്ചു കേട്ടോ. എത്രയിലെത്തിയാലേ വരിക? 6 അപ്പോഴും വലിയ പെൺകുട്ടി, അപ്പോഴും ചെറിയ പെൺകുട്ടി തന്നെ. അപ്പം ഇത്തിരി കൂടി വിഷമം മാറുമോ? എന്നിട്ടും വന്നു കഴിഞ്ഞാൽ ഉപ്പ പിന്നെയും പോവുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. 6ാം ക്ലാസ്സിലെത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ ഉപ്പച്ചി പിന്നെയും പോവുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇന്നലെ കമൻ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്നറിയോ കമൻ്റ്? ഇഷമോൾക്കായിരുന്നു ആ കമൻ്റ്. ഇന്നലെ ഒരു എന്താ പറയുക, ഒരാൾ കമൻ്റ് ചെയ്തേക്കണേ, ആ പേര് ഞാൻ മറന്നു. എന്താ പറയുക, ഇഷമോൾ കരയണ്ട, ഉപ്പച്ചി പൈസ ഉണ്ടാക്കാനല്ലേ പോയേക്കണേ, നിങ്ങൾക്ക് പഠിക്കണ്ടേ? പഠിക്കണ്ടേ? ഉപ്പാനെ കണ്ടിട്ടിരുന്നാൽ മതിയാ?